ഓളം വിളിച്ചു. മാതാവ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. ആരും അതിനകത്തൊരു അവിശ്വാസവും വിചാരിക്കേണ്ട, മാതാവ് ചെയ്തു തരും. അങ്ങനെ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, കടം മേടിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, ഇനി മാതാവ് ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞു. അങ്ങനെ ആ മെഡിക്കൽ എടുക്കാൻ 2-3 മാതാവിനും യേശോപ്പച്ചനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി മുഖാന്തരമാണ് ഈ കൃപാസനത്തിൽ വരുവാൻ സാധിച്ചത്. കൂട്ടുകാരി എന്നോട് പലപ്പോഴും പറയുകയെന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോകണമെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഞങ്ങളൊരു ദിവസം ഇവിടെ വരികയും വന്നപ്പോൾ ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല. ഉടമ്പടി എടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ വെച്ച നിയോഗമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടത്തിൻ്റെ മേളിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ നമ്മൾ കൂലി ജോലി ചെയ്യുന്നവരാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലോണും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്തു. അങ്ങനെ ലോൺ എടുത്തത് ജപ്തിയുടെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ആ 14 ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. 1.5 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്. അത് പുതുക്കി വെച്ചാണ് 14 ലക്ഷം രൂപയിലെത്തിയത്. ഈ 14 ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ നമുക്ക് 10-26 സെൻറ്റ് പുരയിടമുണ്ട്. എങ്കിൽ പോലും അത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇല്ല. ഒരു മോളുണ്ട്. മോള് ഡിഗ്രി 3rd ഇയറിന് പഠിക്കുകയാണ്. ഹസ്ബൻഡ് കൂലിവേല ചെയ്യുന്ന ആളാണ്. 2 പ്രാവശ്യം സൗദിയിൽ പോയിരുന്നു, രക്ഷപ്പെട്ടില്ല. ഓരോ വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ജോലി, സ്കൂൾ പാചക തൊഴിലാളിയാണ് ഞാൻ അങ്ങനെ ജോലി ചെയ്ത് പിള്ളേർക്കൊക്കെ ചോറൊക്കെ വെച്ച് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ശമ്പളം കിട്ടത്തില്ല. നമ്മൾ കടത്തിൻ്റെ മേളിൽ കടത്തെ മുങ്ങി ഇങ്ങനെ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ ആദ്യമായി വെച്ച കാര്യം എൻ്റെ കടങ്ങളും ലോണുകളും തീർത്ത് തരാൻ മാതാവ് എനിക്കൊരു വഴി തരണം എന്ന് മാത്രമാണ് ഞാൻ വെച്ചത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആ കാര്യത്തിന് അവസാനമായിട്ട് 6ാമതൊരു കാര്യം വയ്ക്കണമെന്ന് വിദേശത്ത് പോകുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എങ്കിലും ഞാൻ എൻ്റെ എഴുതിക്കൊണ്ട് വന്ന പേപ്പറിൽ ഞാൻ എഴുതിയിരുന്നു, മാതാവേ, എൻ്റെ ചേട്ടന് പുറത്തു പോയി എന്തെങ്കിലും വരുമാനം ഉണ്ടായാലും ഈ കടം തീർക്കാൻ പറ്റും, ജപ്തിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കാൻ പറ്റും, എൻ്റെ മോളെ മേലോട്ട് തുടർന്ന് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണം. എൻ്റെ മോള് BCom 3rd ഇയറാണ്. ഇനി അടുത്തത് MBAക്ക് പോകണമെന്ന് പറഞ്ഞ് കട്ടായം നിൽക്കുകയാണ്. അതിനെനിക്ക് അവസരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ബന്ധു ഇങ്ങനെ പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു തരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെ അന്നേരം ഞങ്ങൾ വിചാരിച്ചു ചേട്ടൻ ഇപ്പോൾ 52 വയസ്സായി. ഈ 52 വയസ്സായ ആളിന് ഇനി പോകാൻ പറ്റുമോ, മെഡിക്കലൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച്, എന്നാലും എന്തും വരട്ടെ എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തു. ഞാൻ പോലും അറിയാതെയാണ് ചേട്ടൻ ഇത് അയച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം, ഒരാഴ്ചക്കകത്ത് തന്നെ ഈ മറുപടി വന്നു. മെഡിക്കലും എടുത്ത് PCC എടുത്ത് അയച്ചു കൊടുക്കാൻ. അങ്ങനെ മെഡിക്കലും എടുത്ത് മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ഇല്ല. പിറ്റേന്ന് മെഡിക്കൽ എടുത്ത് അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞാണ് വന്നത്. മെഡിക്കൽ എടുത്താൽ തന്നെ അത് ഒരാഴ്ചക്കകേ കിട്ടത്തുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾ അന്ന് എങ്ങനെയോ എന്തോ എന്നെ വിളിച്ചാണ് ആളുകൾ പൈസ തന്നത്. 15,000 രൂപ തന്ന ആ പൈസ കൊണ്ടുപോയി ഫുൾ മെഡിക്കലായിരുന്നു. രജിസ്ട്രേഷൻ ചെയ്തു. പിറ്റേന്ന് തന്നെ പോയി മെഡിക്കൽ എടുത്തിട്ട് 3ൻ്റെ അന്ന് റിസൾട്ട് വരുന്നു. ചേട്ടന് എന്തോ ഒരു ഷുഗറിൻ്റെ എന്തോ ഒരു ഇത് കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ആകെ തളർന്ന് അങ്ങനെ മാതാവിനെ എത്രത്തോളം വിളിക്കാമോ അത്രത്തോളം വിളിച്ചു. മാതാവ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. ആരും അതിനകത്തൊരു അവിശ്വാസവും വിചാരിക്കേണ്ട, മാതാവ് ചെയ്തു തരും. അങ്ങനെ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, കടം മേടിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, ഇനി മാതാവ് ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് കരഞ്ഞു. അങ്ങനെ ആ മെഡിക്കൽ എടുക്കാൻ 3ാമത്തെ ദിവസം വീണ്ടും പോയപ്പോഴും 5,000 രൂപയോളം ചിലവായി. അന്നേരവും കടം മേടിച്ചുകൊണ്ടാണ് പോയത്. ആ പോയ മെഡിക്കലിൽ അവിടെ ഞാൻ ചേട്ടനെ വിശ്വാസ പ്രമാണവും ചൊല്ലി
മാതാവിൻ്റെ രൂപവും എല്ലാം കൊടുത്ത് വിട്ടത്. അവിടെ ചെന്ന് മെഡിക്കൽ എടുത്ത് 3-ൻ്റെ അന്ന് റിസൾട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ എംബസിക്ക് അയച്ചു കൊടുത്തോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എംബസിക്ക് അയച്ചു കൊടുത്തു. എംബസിക്ക് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവിടെ വെക്കേഷനായപ്പോൾ 3 മാസത്തെ കാലാവധിയേ ഉള്ളായിരുന്നു ഈ മെഡിക്കലിന്. അങ്ങനെ നവംബറിൽ എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കണമായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയോ എൻ്റെ മറ്റു ഒരു കാര്യങ്ങളിൽ ഞാൻ ഒരു ഉപേക്ഷയും വിചാരിച്ചില്ല. എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ, കാരണം ഒരു സാമ്പത്തികവും ഇല്ലാത്തവരാണ്. അന്ന് നമ്മൾക്ക് കിട്ടുന്നതിലൊരു വീതം നമ്മൾ എന്തിനു വേണ്ടിയും മറ്റൊരാൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ചിലവാക്കുമായിരുന്നു. അങ്ങനെ നവംബറിൽ 18-ാം തീയതി നവംബറിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയും വെച്ച് ഞാൻ പോയി മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് മാതാവ് എനിക്കിതിനൊരു തെളിവ് തരണം, എന്നാൽ മാത്രമേ എൻ്റെ ആളുകൾ എന്നെ കളിയാക്കാതെ ഇരിക്കത്തുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് ജനുവരി 10-ാം തീയതി കഴിഞ്ഞപ്പോൾ അടുത്ത മെഡിക്കൽ എടുക്കണമെന്നും പറഞ്ഞ് പേപ്പർ വന്നു. കാരണം ആ മെഡിക്കലിൻ്റെ കാലാവധി കഴിഞ്ഞു, 3 മാസം ആയതുകൊണ്ട്. 2ാമത് മെഡിക്കൽ എടുക്കാൻ പോയി. അന്നും ഇതുപോലെ പൈസ കടം മേടിച്ചാണ് പോയി മെഡിക്കൽ എടുത്തു. പക്ഷേ അന്ന് ഞാൻ ചെന്നപ്പോൾ 8 ദിവസമേ ഉള്ളൂ ഈ റിസൾട്ട് കിട്ടാൻ. ഫെബ്രുവരി 8-ന് മുമ്പ് ഈ മെഡിക്കലിൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ ഈ പ്രോസസ്സിങ് ഒന്നും നടക്കത്തില്ല, ഇതിവിടെ ക്യാൻസൽ ആവുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. നമ്മൾ ഈ ഒരു ന്യൂസിലൻഡ് എന്നുള്ള ഒരു ആഗ്രഹം പോലും നമുക്കില്ലായിരുന്നു. പക്ഷേ അത് മാതാവ് ചെയ്തു തന്നു. അന്ന് പോയി മെഡിക്കൽ എടുത്തു. അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നു. അത് മാതാവിൻ്റെ അങ്ങേ അറ്റത്തെ പ്രയത്നമാണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം മാതാവ് എനിക്കത് തന്നു. ഞാനങ്ങനെ അന്ന് തന്നെ അവർ റിസൾട്ട് ഇട്ടു, മെഡിക്കൽ ഓക്കെ എന്നും പറഞ്ഞ്. അങ്ങനെ ആ റിസൾട്ട് അന്ന് തന്നെ അവർ അയച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളുമായി. അങ്ങനെ വിസ വരാൻ ഒരു 15 ദിവസത്തെ കാലാവധി പിടിക്കുമെന്ന് പറഞ്ഞു. ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു, വിസ വന്നു. വിസയുടെ പ്രോസസ്സിങ്ങും ബാക്കി എഗ്രിമെൻ്റ് പേപ്പറുകളും എല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനുശേഷം ടിക്കറ്റ് വരണം. ടിക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ പൈസ കൊടുക്കണം. പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ വീട്ടിലില്ല. ഞാനിത് ആരോട് പറയും? മാതാവിനോട് പറഞ്ഞു. അങ്ങനെ മാതാവിനോട് പറഞ്ഞപ്പം എൻ്റെ ഒരു സഹോദരനുണ്ട്, ഒരേ ഒരു സഹോദരനേ ഉള്ളൂ. അങ്ങനെ സഹോദരനോട് ഞാൻ പറഞ്ഞു, മോനെ എവിടെ നിന്നായാലും വേണ്ടില്ല, എനിക്ക് മോന് പൈസ വാങ്ങിച്ച് തരണം, പലിശ നമുക്ക് കൊടുക്കാം, എവിടെ നിന്നായാലും. അത് ചേച്ചി വിഷമിക്കണ്ട, ഇത്രേ പറഞ്ഞോളൂ, ചേച്ചി വിഷമിക്കണ്ട, പൈസ ഞാൻ ഒപ്പിച്ച് തരാം. അങ്ങനെ 7-ാം തീയതിക്കകത്ത് പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ പൈസ തന്നു. അവൻ വാങ്ങിച്ചും കടം മേടിച്ചും അവൻ്റെ കയ്യിലുള്ളതും എല്ലാം കൂടെയൊക്കെ ആയിട്ട് കുറേയേറെ പൈസ വേണമായിരുന്നു. പൈസ തന്നു. ഈ പൈസ കൊണ്ട് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, 28-ാം തീയതി എൻ്റെ 3ാമത്തെ പുതുക്കലാണ്, അതിനു മുമ്പ് എനിക്ക് മാതാവ് ഇതിനൊരു തെളിവ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എനിക്ക് തെളിവ് തന്ന് 28-ാം തീയതിക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് വന്നു. 10-ാം തീയതി രാത്രി വീട്ടിൽ നിന്ന് പോയി. 11-ാം തീയതി രാവിലെ 4:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. 11-ാം തീയതി ഫ്ലൈറ്റിൽ കയറി. പിറ്റേന്ന് അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ജോലിക്ക് കയറി. ബാക്കി കാര്യങ്ങളെല്ലാം നടന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, കാരണം പ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും ഒക്കെ എല്ലാ കാര്യങ്ങളും, പത്രം കൊടുക്കുന്നതിലും പത്രം കൊടുക്കും, ആളുകൾക്ക് ഭക്ഷണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ കടം മേടിച്ചാണ് അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുത്തത്. എന്നാൽ ചോദിക്കും, എന്തിനാ കടം മേടിച്ച് കൊടുത്തതെന്ന്. അല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അങ്ങനെ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് മാതാവ് ആ കടം തീർക്കാൻ ഒരു വഴി. ഇനി എൻ്റെ ചേട്ടനും മേലിൽ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ 5 വർഷത്തെ വിസയാണ്. ആദ്യം വന്നിരുന്നത് 2 വർഷത്തെ വിസയാണ്, അതാണ് ക്യാൻസലായി പോയത്. ഇപ്പോൾ എനിക്ക് വന്നത് 5 വർഷത്തെ വിസയാണ്. അത് ഞാൻ മാതാവിനോടും യേശുവപ്പച്ചനോടും അങ്ങേയറ്റത്തെ കടമപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളിലും, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഒരാളിനെ പോലും അവർ കരഞ്ഞിട്ട് പോകാനൊരവസരം ഉണ്ടാവാതെ അവരെ സാന്ത്വനപ്പെടുത്തി സഹായപ്പെടുത്തി ഇവിടുന്ന് തരുന്ന ഉപ്പും
നമ്മുടെ തേനും ഇതെല്ലാം കൊടുത്ത് അവരുടെ അസുഖങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു മകളുണ്ടായിരുന്നു, മരിച്ചു എന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് തള്ളിയതാണ്. ആ കുട്ടിയെപ്പോലും ഞാൻ അവരൊക്കെ അറിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ രഹസ്യമായിട്ടാണ് ചെന്ന് അവളെ തടവുന്നതും അവളെ പ്രാർത്ഥിക്കുന്നതും അവൾക്കെല്ലാം ചെയ്ത് അങ്ങനെ ഇരുന്ന് അവളോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് അവളോട് പറഞ്ഞു നീ ഇത് ചെയ്യ്. അങ്ങനെ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾക്കിപ്പം നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ആറാമതൊരു കാര്യം വിദേശത്ത് പോകുന്ന കാര്യം വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ എഴുതിക്കൊണ്ട് വന്ന പേപ്പറിലുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അവസാനം എഴുതിയത് അതല്ല. എനിക്ക് മാതാവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിന് മാതാവ് എനിക്ക് തെളിവ് തരണം, എങ്കിൽ മാത്രമേ എനിക്കത് പറഞ്ഞാൽ ബലപ്പോകത്തുള്ളൂ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാതാവ് ആ കാര്യം നടത്തി തന്നു. ഇനി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാതാവ് നടത്തിത്തരും. എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിന് മാത്രം വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കരിക്കുന്നു. മാതാവിനും യേശുവപ്പച്ചനും അങ്ങേയറ്റം സ്തുതി.